ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ നിരപരാധിത്വമെല്ലാം തെളിഞ്ഞ് അവളിപ്പോൾ സന്തോഷത്തിലാണ് കേട്ടോ. മനു എപ്പോഴും അവൾക്ക് താങ്ങായും തണലായി കൂടെ ഉണ്ടാവുമെന്ന് അവൾക്കും തോന്നിത്തുടങ്ങി. അങ്ങനെ ഇരിക്കെ രേവതിക്കുട്ടിയാണെങ്കിലോ ഈ സമയം ഗ്രേസാമ്മയോട് തൻ്റെ മകനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ പറയും നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ റൂമിങ്ങനെ അടച്ചിട്ടാൽ അതിനുള്ളിലെ സാധനങ്ങളെല്ലാം നശിച്ചു പോവില്ലേ, ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം, അതാ വേണ്ടത് എന്ന് പറയുമ്പോൾ ഗ്രേസാമ്മ പറയും അത് തുറക്കുമ്പോഴും അവൻ്റെ ഗന്ധം ഉള്ള പോലെ ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് മോളെ ഞാനത് വേണ്ടെന്ന് പറയുന്നത്. അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ചങ്ക് പൊട്ടുന്ന പോലെ തോന്നുമെന്ന് ഗ്രേസാമ്മ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ രേവതിക്കുട്ടി ആ പണിക്കൊന്നും പോകുന്നില്ല. എന്നാലും അവളത് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയും അവധിയിലുള്ളിലെ രഹസ്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു എപ്പിസോഡ് ഇതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് ചിന്നുമോളെയും അലീനയൊക്കെ ഓർമ്മ വരാണ്. ചിന്നുമോളെ കാണാൻ എന്താണ് ഒരു വഴി, അവളെ അടുത്തേക്ക് പോവാനും അവളെ എടുക്കാനൊക്കെ അവൾക്ക് വല്ലാതെ ആഗ്രഹം തോന്നാട്ടോ. ഏത് സമയം ചിന്നുമോളുടെ ചിരിയും കളിയൊക്കെ അവളുടെ കണ്ണുകളിൽ കാണുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ സന്തോഷിച്ച് ആ കുഞ്ഞിനെ പറ്റി ഓർത്തിരിക്കുമ്പോൾ ഗ്രേസാമ്മ ചോദിക്കും, അല്ല നീ എന്താ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? അതെ, ഞങ്ങൾ ഓർഫനേജിലുള്ള സമയത്ത് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, 3 വയസ്സ് പ്രായമുള്ള ചിന്നു കുട്ടി. അവളുടെ കളിയും തമാശയൊക്കെ ഭയങ്കര രസമായിരുന്നു. പാവം ഇപ്പോൾ കാഴ്ക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലാക്കി ഞങ്ങൾ അവളെ. എന്നാലും അവൾക്ക് ഞങ്ങൾ പോരാൻ നേരം വലിയ സങ്കടമായിരുന്നു. അവൾക്ക് കേക്കും തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും അലീന ചേച്ചിയും അവിടുന്ന് പോകുന്നത്. ഇപ്പോഴും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്കറിയാം അവൾ ഉറങ്ങാതെ ഉണ്ണാതെയും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. അയ്യോ അത് പാപമായല്ലോ. അത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞിനൊക്കെ ആരോ ഉപേക്ഷിച്ചത്. ചെറുപ്പത്തിലെ അവിടെ മമ്മിക്ക് കിട്ടിയതാ. പിന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഞാനും അലീന ചേച്ചിയൊക്കെ ആയിരുന്നു. ഏത് സമയം ഞങ്ങളുടെ കൂടെ അവൾ ഉണ്ടാവുക. ഞങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. ഇപ്പോൾ അവൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. അവിടുത്തെ കൂട്ടുകാരൊത്ത് അവൾ കളിച്ച് നല്ല അടിപൊളിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. മോളെ എന്നാലേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എങ്ങനെ ഇവർക്ക് മനസ്സ് തോന്നുന്നത്? സാഹചര്യം കൊണ്ടായിരിക്കും എന്ന് പറയാണ് അലീന ചേച്ചിയെ. അലീന ചേച്ചിയുടെ അമ്മ ഉപേക്ഷിച്ചില്ലേ? അലീന ചേച്ചിയുടെ അമ്മയെക്കുറിച്ച് അപ്പം നിനക്കറിയാമോ? ഇല്ല, എന്നാലും അപ്പോൾ നിൻ്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചില്ലേ? എൻ്റെ അമ്മയ്ക്ക് എന്നെ നോക്കാൻ നിവർത്തിയില്ലാതായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരുവാറുണ്ടായിരുന്നെന്ന് എന്നോട് അവിടുത്തെ മമ്മി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മി ആ വാർത്ത അറിഞ്ഞത് പത്രത്തിൽ എൻ്റെ അമ്മ തൂങ്ങി മരിച്ച വിവരം പത്രത്തിലുണ്ടായിരുന്നെന്ന കാര്യവും മമ്മി പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ അങ്ങനെ ഇല്ലാതായി. എനിക്കിപ്പോൾ സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ലല്ലോ. പക്ഷേ ആലിയ ചേച്ചിക്കുണ്ടാവും, അതുപോലെ ചിന്നു മോൾക്കുണ്ടാവും. അതൊക്കെ വിട്, നീ സങ്കടപ്പെടേണ്ട. വെറുതെ എന്തിനാ അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ട് വാ, നമുക്ക് TV കാണാം എന്ന് പറയാണ്. അതേസമയം രേവതിക്കുട്ടി, അല്ല അലിന ചേച്ചി ഒന്ന് വിളിക്കായിരുന്നു, ഫോണ് തരാമോ? അതിനെന്താ, ഇതാ വിളിച്ചോ, നിനക്ക് ഇഷ്ടം പോലെ വിളിച്ചോ. നിനക്ക് അടുത്ത് തന്നെ ഒരു ഫോൺ വാങ്ങി തരുന്നുണ്ടെന്ന് ഗ്രേസാമ്മ അവളോട് പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് എപ്പോഴെങ്കിലും അലിന ചേച്ചിയെ വിളിക്കണമെങ്കിൽ ഈ ഫോണിൽ നിന്ന് വിളിക്കാലോ, അത് മാത്രം മതിയെന്ന് ഗ്രേസാമ്മയുടെ അടുത്ത് രേവതിക്കുട്ടി പറയാണ്. ഈ സമയം അലീന മുറ്റത്തും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കായിരിക്കും. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. രേവതിക്കുട്ടിയാണ്, പക്ഷേ അവളത് കേൾക്കുന്നില്ല. മുത്തശ്ശിയുടെ തൊട്ടരികിൽ തന്നെ ആ ഫോൺ ഉണ്ടാവും കേട്ടോ. മുത്തശ്ശി, അയ്യോ അലീനയുടെ ഫോണാണല്ലോ, ആരാ ഇങ്ങനെ വിളിക്കുന്നത്? അങ്ങനെ അവർ ആ ഫോൺ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. അലീന നിന്റെ ഫോൺ ഇതാ അടിക്കുന്നത് എന്ന് മുത്തശ്ശി ഇവിടുന്ന് അലീന എത്ര വിളിച്ചിട്ടും അലീന അത് കേൾക്കുന്നില്ല കേട്ടോ. പുറത്തൂടെ വാഹനം പോകുന്ന സൗണ്ട് കൊണ്ട് തന്നെ അലീന മുത്തശ്ശി വിളിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല. ബബിതയോ കൃഷ്ണമോളോ ആരും തന്നെ അവിടെയില്ല. അയ്യോ ഇതിപ്പോൾ ബെല്ലടിച്ച് തീരാറായല്ലോ, വല്ല അത്യാവശ്യ കോളായിരിക്കുമോ എന്ന് കരുതി മുത്തശ്ശി ആ ബട്ടൺ അമർത്തി ചെവിയിൽ വെക്കുന്നുണ്ട്. ആ സമയം അവിടെ നിന്ന് രേവതിക്കുട്ടി അലിയാണെന്ന് കരുതിയിട്ട്, ഹായ് ചേച്ചി എവിടെയാണ്? ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ലാലേ, എന്നെ ഒന്ന് ഇടയ്ക്ക് വിളിച്ചൂടെ എൻ്റെ ചേച്ചി? ചേച്ചിക്ക് ഇത്രക്കും വലിയ പണിയാം? എനിക്കിവിടെ പണിയൊന്നുമില്ല കേട്ടോ. എന്നെ ഇവിടെ എല്ലാവരും നല്ല സ്നേഹത്തിലാണ്. ആൻറ്റിയും അങ്കിളൊക്കെ എന്നെ ഇത്ര സ്നേഹത്തോടെ അവരെന്നോട് പെരുമാറുന്നെന്ന് അറിയോ? ഇതെല്ലാം കേട്ട് മുത്തശ്ശിക്ക് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നിൽക്കാൻ കേട്ടോ. എന്നാൽ തിരിച്ചൊന്നും മുത്തശ്ശി പറയുന്നില്ല. അല്ല ചേച്ചിയുടെ പാടെന്താ? ചേച്ചിയുടെ അമ്മ ചേച്ചിയോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശിയാകെ നട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും രേവതിക്കുട്ടി വാ തോരാതെ പറയാണ്, അല്ല ചേച്ചിയുടെ അനിയത്തിമാരൊക്കെ ചേച്ചിയെ പോലെ സുന്ദരിയാണോ? അതോ
പിന്നെ ചേച്ചിയെ പോലെ തന്നെ ആയിരിക്കുമല്ലേ, ചേച്ചി നല്ല സുന്ദരിയല്ലേ, ചേച്ചിയുടെ അമ്മയും സുന്ദരിയായിരിക്കും, അനിയത്തിമാരും സുന്ദരിയായിരിക്കും. എനിക്കറിയാം അവരൊക്കെ അടുത്ത് കണ്ടപ്പോൾ ചേച്ചിക്ക് വല്ലാതെ ആവേശം തോന്നിയോ. പക്ഷേ വേണ്ട കേട്ടോ മുത്തശ്ശി, നമ്മുടെ മമ്മി പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഒന്നും വേണ്ടാന്ന്, ഒന്നും പറയണ്ട. എന്നാലും ചേച്ചിക്ക് അവരൊക്കെ കാണാലോ. ചേച്ചി ഇതൊക്കെ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുന്ന് തിരിച്ചൊന്നും പറയാനാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചേച്ചിയുടെ അമ്മയെ കണ്ടല്ലോ, അത് മാത്രം മതി. ഒരിക്കൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അലീനേച്ചിയുടെ അമ്മയെ കാണാനായിട്ട് എന്ന് പറയാണ്. എന്നാലും രേവതിക്കുട്ടി വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചേച്ചി എങ്ങനെയാണ് അമ്മ ചേച്ചിയെ ഉപേക്ഷിച്ചത്? അത് വല്ലതും അറിയോ? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ചേച്ചിയുടെ അച്ഛൻ ആരാണെന്ന് ഇപ്പോൾ അമ്മ മറ്റൊരു വിവാഹം കഴിച്ച അതാണോ? അങ്ങനെയാണോ? പിന്നെ ചേച്ചി ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും രേവതിക്കുട്ടി പറയുന്നുണ്ട്. ആ സമയത്താണ് ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിക്ക് അരികിലേക്ക് അങ്ങോട്ട് അലീന വരുന്നുണ്ട് കേട്ടോ. എന്താ, എന്നെ വിളിച്ചോ? ആരാ വിളിക്കുന്നത്? അതെ, ഇത് നിൻ്റെ ഫോണാ. എന്തൊക്കെയോ സംസാരിച്ചു, പക്ഷേ ഒന്നും ക്ലിയറായി കേൾക്കുന്നില്ല. പെട്ടെന്ന് ഒന്നും കേൾക്കാതാകുകയും ചെയ്തു. എന്നാൽ ആ ഫോൺ നോക്കുമ്പോൾ അത് രേവതിക്കുട്ടിയാണ് വിളിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. കോൾ കട്ടായിട്ടില്ല, പക്ഷേ ക്ലിയർ ആയിട്ട് ഒന്നും കേൾക്കുന്നില്ല. അല്ല, ആ കൊച്ച് എന്തോന്ന് പറഞ്ഞല്ലോ, നിൻ്റെ അമ്മയെ കണ്ടോ എന്ന്, ചേച്ചിയുടെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു. അല്ല, നിൻ്റെ അമ്മ ആരാന്ന് നിനക്കറിയാമോ? രേവതിക്കുട്ടി അവിടെ വളവളാച്ചിട്ട് അലീനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി ഇത് കേൾക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും അലീന അങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ്. അയ്യോ ചേച്ചി, ഫോൺ കട്ടായോ? എന്ത് പറ്റി? നീ ഇതുവരെ പറഞ്ഞതൊന്നും ഞങ്ങൾ കേട്ടില്ല. ഞാനല്ല ഫോൺ അറ്റൻഡ് ചെയ്തത്, ദേ മുത്തശ്ശിയാണ്. ഞാൻ പുറത്തായിരുന്നു. അയ്യോ ആണോ? എന്തായാലും ഭാഗ്യം. കേട്ടില്ലല്ലോ ഒന്നും? ഇല്ല, നീ ഏതോ ഒരു അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രം കേട്ടു എന്നാ പറഞ്ഞത്. അയ്യോ ചേച്ചി, ചേച്ചിയുടെ അമ്മയെ കണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. മോളെ അബദ്ധമൊന്നും കാണിക്കല്ലേ. എന്തായാലും മുത്തശ്ശി ഇതൊന്നും കേട്ടില്ല. എന്നാലും ദൈവം ചതിച്ചില്ലല്ലോ. അപ്പോൾ ഒരു റേഞ്ച് പ്രശ്നം വന്നതായിരിക്കും. ഫോൺ നോക്കിയപ്പോൾ ചാർജ് കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കും. എന്നാലും ഭാഗ്യം ചേച്ചി. ചേച്ചിയുടെ മുത്തശ്ശിക്കൊന്നും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, എന്നോട് ചോദിച്ചു ആരാ, ഞാൻ ഏതെങ്കിലും അമ്മയുടെ മകളാണോന്ന്, അമ്മയെക്കുറിച്ച് എനിക്കറിയോ എന്ന് ചോദിച്ചു എന്ന് പറയാണ്. അപ്പോൾ ചേച്ചി എന്ത് പറഞ്ഞു? അത് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു മുത്തശ്ശിയെ ക്ലിയർ ചെയ്തോളാം എന്ന് അവൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ നിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ? എനിക്കിവിടെ നല്ല വിശേഷമാണ് ചേച്ചി. ഇവർ മാമച്ചൻ്റെയും റിസാൻറ്റിയുടെയും ഒരു മകൻ മരിച്ചിട്ടുണ്ട്. ആ മകനെ ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ച സമയത്തായത്രേ ആക്സിഡൻറ്റ് സംഭവിച്ച് മരിച്ചത്. പക്ഷെ ആ റൂമിൽ അവർ കയറാനോ ആ റൂമിലേക്ക് പോകാനൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്കും അവർ മകനെ സ്നേഹിച്ചിരുന്നു. അവരെ കാര്യോർത്ത പാവാണ് ചേച്ചി എന്ന് പറഞ്ഞ് ഗ്രീസാമ്മയുടെയും മാമച്ചൻ്റെയും കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മോളെ സങ്കടപ്പെടേണ്ട, ദൈവം ഓരോരുത്തർക്ക് ഓരോരോ വിധി വന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. നീ അതിലൊന്നും ഇടപെടാൻ വേണ്ട. എന്നാലും അവരുടെ സങ്കടം മാറ്റണം. ആ റൂമിൽ ആ ചേട്ടൻ്റെ ഫോട്ടോ കാണാനും ആ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ കണ്ടു. നല്ല സുന്ദരിയാണ്. അപ്പോൾ ചേട്ടനും നല്ല സുന്ദരനായിരിക്കും. കാണാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ നന്നായി വൃത്തിയായി സൂക്ഷിക്കണം അവർക്ക് വേണ്ടി എന്നവൾ പറയാം. മോളെ നമുക്കൊരിക്കലും ചിന്നുകുട്ടിയെ കാണാൻ വേണ്ടി പോണ്ടേ? അതിനവൾ നമ്മുടെ കൂടെ പോന്നാലോ? അവൾക്കത് നമ്മൾ വീണ്ടും കാണാൻ പോകുമ്പോൾ വലിയ സങ്കടമാവില്ലേ എന്ന് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയും അതൊക്കെ ശരിയാ, പക്ഷേ ദൂരെ നിന്ന് അവളെന്ന് കാണണം. എനിക്ക് കണ്ടാൽ മതി. ഒരിക്കൽ നമുക്ക് രണ്ടു പേർക്കും കൂടെ അവളെ കാണാനായിട്ട് പോവാം. നമുക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ടാവും, പാവം ചിന്നുകുട്ടി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യാണ്. റൂമിലേക്ക് വന്ന അലീനയോട് മുത്തശ്ശി ചോദിക്കും, അല്ല ആരാ, അവൾ എന്തൊക്കെയാ പറഞ്ഞല്ലോ, നീ ചേച്ചിയുടെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു. നിൻ്റെ അമ്മ ആരാന്ന് നിനക്കറിയാമോ? ഇത് കേട്ട അലീന ആദ്യമൊന്ന് ഷോക്കാകുന്നുണ്ട്. അത് പിന്നെ അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എൻ്റെ അമ്മയെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവളെന്നെ കളിയാക്കി ചോദിച്ചതായിരിക്കും. ഓ, ഞാൻ പെട്ടെന്ന് ഭയന്നു പോയി. നിൻ്റെ അമ്മ ആരാണെന്നൊക്കെ കരുതിയിട്ട്. അതൊന്നുമില്ല മുത്തശ്ശി, എല്ലാം ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, ചിന്നുകുട്ടി 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അവളെ മറ്റൊരു ഓർഫനേജിലാക്കിയിട്ടാ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവൾക്ക് തൊപ്പിയും കേക്കും വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു പോകുന്നതാ. പാവം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. പാവം കുഞ്ഞു മനസ്സിൽ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എങ്ങനെ സാധിക്കുന്നത്? അതേ മുത്തശ്ശി, ഞങ്ങളൊക്കെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്തെ ഉപേക്ഷിച്ചവരല്ലേ, അത്രയും കണ്ണിച്ചവരില്ലാത്തവരല്ലേ. പിന്നെ എല്ലാവരും അവിടെ എത്രയോ അനാഥ കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തരെ ഓരോരോ സ്ഥലങ്ങളിലേക്കായിട്ട് മാറ്റി. അപ്പോൾ നിന്നെ വിളിച്ച് കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല, ആരാണെന്ന് പോലും അറിയില്ല. പക്ഷേ അവളുടെ അമ്മ ഇടയ്ക്കൊക്കെ അവളെ കാണാൻ വരുമായിരുന്നു. എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞ് മമ്മി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴോ അവർ ആത്മഹത്യ ചെയ്തു മകളെ പ്രീത മമ്മിയെ ഏൽപ്പിച്ചുകൊണ്ട് എന്ന് പറയണം. പാവം, ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ മോളെ? അതെ, ഓരോരുത്തർക്കും ഓരോ വിധി തന്നെ. ഞങ്ങളുടെ വിധി ഇങ്ങനെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഞങ്ങളെല്ലാവരും വളർന്നു. എന്നാലും അതിലേറെ സ്നേഹത്തോടെ തന്നെയാണ്
മമ്മി ഞങ്ങളെ വളർത്തിയത് നല്ല വഴിക്ക് തന്നെയാണ് ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. പക്ഷേ എന്നാലും അത് ഒരിക്കലും പെറ്റമ്മക്ക് പകരം ഒരു മമ്മിക്കും കഴിയാനാവില്ലല്ലോ എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ, മോൾ സങ്കടപ്പെടേണ്ട, മോളുടെ അമ്മയും അച്ഛനും എവിടെയാണെങ്കിലും മോളെ തേടി വരും, നോക്കിക്കോ, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അതെല്ലാം ഒരു വ്യക്തത വരുമെന്ന് മുത്തശ്ശി അവളോട് പറയുമ്പോൾ ഓൾ പുഞ്ചിരിയോട് കൂടെ നലീന മുത്തശ്ശിനെ നോക്കിയിട്ട് ആ നെറ്റിലൊരു ഉമ്മ വെച്ച് കൊടുക്കാട്ടോ. എന്നിട്ട് അവൾ പതിയെ തൻ്റെ ജോലിയിലേക്ക് പോവാണ്.